ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്രത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വേദയും വിക്രമും പരസ്പരം നേരിൽ കാണുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വന്ന വേദ വിക്രം റോഡരികിൽ തല്ലുണ്ടാക്കുന്നത് കാണുന്നുണ്ടെങ്കിലും വിക്രമിന് ഇതുവരെ വേദയെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവൾ എവിടെയാണെന്ന വേദന വിക്രമിൻ്റെ ഉള്ളിലുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ വേദയെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ വിക്രമിൻ്റെയും സുധാകരൻ മാഷിൻ്റെയും ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തരുൺ മോളുടെ ബോഡി ഗാർഡായിട്ട് ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ആൻഡ്രൂസ് താർ വിക്രമിനെ വിളിക്കുന്നത്. ഒടുവിൽ അച്ഛൻ്റെ സമ്മതവും വാങ്ങി വിക്രം അവിടേക്ക് പോകുന്നു. അതിനു മുൻപ് തന്നെ ആൻഡ്രൂസ് തരുണിനെ വിളിക്കുന്നുണ്ട്. നീ പറഞ്ഞ ഒരാൾ റെഡിയായിട്ടുണ്ട്, മോൾക്ക് പറ്റിയ ഒരാളാണ്, ബോഡി ഗാർഡായിട്ട് വല്ല ഉടായ്പ കേസൊന്നും അല്ലല്ലോ സാറേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഞാൻ തരുൺ സാറിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമോ? നല്ല പയ്യനാണ്, കുറച്ചു കാലം ജയിലിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ജയിലിലോ? അതെ, ജയിലിൽ തന്നെ. കാരണം അവൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലായിരുന്നു ജയിൽ ശിക്ഷ അനുഭവിച്ചത്. 5 വർഷം അവൻ അവിടെ തടവ് പുള്ളിയായിരുന്നു. ആ സമയം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്നേരം അവനെല്ലാം പഠിച്ച് വിക്രമിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയം തരുൺ എന്നാൽ അത് തന്നെ മതി, തൻ്റെ മകൾ സുരക്ഷിതമായിട്ട് നാട്ടിലുണ്ടാകണം, വീക്കെൻഡിൽ ഒരിക്കൽ മാത്രമേ ഞാനും വേദയും നാട്ടിലേക്ക് വരൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇവരെല്ലാം വേദ തരുണിൻ്റെ ഭാര്യയാണെന്നാണ് തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെ തരുൺ വീട്ടിൽ വന്ന് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഇനി ഒന്നും പേടിക്കണ്ട, മോളെ നോക്കാനായിട്ട് ഒരു ബോഡി ഗാർഡിനെ വെച്ചിട്ടുണ്ട്. ബോഡി ഗാർഡോ എന്ന് വേദ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇവിടെ അവളെ സ്കൂളിൽ കൊണ്ടുപോകാനും കൊണ്ടുവരാനും അവളെ കൂടെ പുറത്തു പോകാനും ഒക്കെ ആയിട്ട് വീക്കെൻഡിൽ മാത്രമല്ലേ നമ്മൾ നാട്ടിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതൊന്നും വേദയ്ക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. എന്നാലും വേദ ഒന്നും പറയണ്ട, എൻ്റെ മോളുടെ സുരക്ഷിതം അത് മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം വിക്രം വരാമെന്ന ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം തരുൺ മോളോട് പറയും, മോളെ നിന്നെ നോക്കാനായിട്ട് ഒരു അങ്കിള് വരും, മോൾ അയാളുടെ കൂടെ നിൽക്കണേ, കുസൃതിയൊന്നും കാണിക്കരുത്, മോളെ സ്കൂളിൽ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ആ അങ്കിള് കൂടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ശരി അച്ഛാ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്നും വേദയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. വേദ തൻ്റെ റൂമിൽ പോയി താൻ അന്ന് ചെയ്തത് വലിയൊരു അബദ്ധമായി പോയോ എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. ഇതേ സമയം തരുണിൻ്റെ അമ്മ വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, മോളെ നീ എന്ത് ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നിന്നെ വിട്ട് ഗൗരിമോൾ പോകുമെന്ന ഭയമാണോ? നിനക്ക് നിൻ്റെ മകളല്ലേ അവൾക്ക് എങ്ങനെ നിന്നെ ഒഴിവാക്കി പോകാനായിട്ട് കഴിയും? പക്ഷേ അമ്മ പറഞ്ഞത് തരുണിനോട് എന്നാണ് ഞാൻ സത്യം പറയുക. ഇനിയിപ്പോൾ തരുൺ പറഞ്ഞാലും അത് വിശ്വസിക്കണം എന്നില്ലല്ലോ. ഹോസ്പിറ്റൽ രേഖയിൽ പോലും തരുണിൻ്റെ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല, വേദയുടെ കുഞ്ഞ് മരിച്ചു പോയത്. അങ്ങനെ ഈ അമ്മയ്ക്കും എനിക്കും മാത്രമേ ആ സത്യം അറിയൂ എന്നൊക്കെ വേദനയോടുകൂടി പറയുന്നുണ്ട്. അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനും എല്ലാത്തിനും എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു. അന്നേരം വിക്രമിൻ്റെ പാട്ടിന് വിടാനാണ് അച്ഛൻ പറഞ്ഞത്. അതിൽ എനിക്കൊരു കോംപ്രമൈസിനും തയ്യാറല്ല. എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്? വിക്രമിനെ പുറത്തെടുത്തിക്കാനും എല്ലാത്തിനും ഉത്സാഹിച്ച അച്ഛന് പെട്ടെന്ന് എന്താ ഒരു മനംമാറ്റം? വിക്രമിന് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അവൾ ആദിയോടുകൂടി അമ്മയോട് ചോദിക്കുമ്പോൾ ഏതൊരു അച്ഛനും നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ കരുതൂ, ഇതൊക്കെ പറയുള്ളൂ. ചിലപ്പോൾ നിൻ്റെ നന്മ മാത്രമായിരിക്കും അദ്ദേഹം കരുതിയിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് അമ്മ പറയുന്നുണ്ട്. അങ്ങനെ വേദയുടെ അച്ഛനോട് എങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്നും അമ്മയുടെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞത് ശങ്കരനാരായണൻ അക്ഷരം പ്രതി അനുസരിച്ചു. ഇനി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വേദയെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കമല്ല. അവരുടെ മനസ്സിലാണെങ്കിലോ വേദ ഗൗരിമോളുടെയും തരുണിൻ്റെയും കൂടെ തന്നെ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഗൗരിയെ മോളുടെ അമ്മയായി തരുണിൻ്റെ ഭാര്യയായിട്ട് അവൾ എന്നും കൂടെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ തരുണിൻ്റെ മനസ്സ് വേദനിക്കില്ല. കുറേ കാലം ഇങ്ങനെ തൻ്റെ മകനെ സന്തോഷത്തോടെ കാണാൻ കഴിയും എന്ന് തന്നെയാണ് അവരുടെ മനസ്സിലിരിപ്പ്. പക്ഷേ അവരുടെ മനസ്സിലെ ആഗ്രഹമൊന്നും വേദന അറിയുന്നില്ല. ഇങ്ങനെ ചിന്തിച്ച് തൻ്റെ ജീവിതത്തെയും വിക്രമിനെയും കണ്ടുമുട്ടാനുള്ള ആ ഒരു സാഹചര്യമൊക്കെ അവർ അതിനിടയിൽ ഒരുപാട് കളികളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും വേദ അറിയുന്നില്ല. അങ്ങനെയാണ് വിക്രം ഗൗരിമോളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. അങ്ങനെ വേദയും തരുണും മോളോട് യാത്ര പറഞ്ഞ് അവരുടെ ജോലി സ്ഥലത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ രാവിലെ തന്നെ വിക്രം എത്തുകയാണ്. മോളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ വിക്രം എത്തുന്നുണ്ട്. അങ്ങനെ വിക്രം ആ വീടും പരിസരവും എല്ലാം കാണുകയാണ്. വിക്രമിനെ കണ്ടതും അമ്മ വന്നിട്ട് തരുൺ പറഞ്ഞ വിക്രമാണെന്ന് ചോദിക്കുന്നു. അതേന്ന് വിക്രം പറയുന്നുണ്ട്. ആ മോളെ, സ്കൂൾ ബസ് വരാറായി, എന്തായാലും ഇനി മുതൽ ഈ കാറിൽ കൊണ്ടുവിട്ടാൽ മതി എന്നാണ് തരുണിൻ്റെ ഓർഡർ. അതുപോലെ ചെയ്യാം എന്ന് പറയുന്നുണ്ട് വിക്രം. അങ്ങനെ ഗൗരിമോൾ ഓടി വരുന്നുണ്ട് കേട്ടോ. ഗൗരിമോളെ കണ്ടപ്പോൾ സ്വന്തം അച്ഛനും മകളും മുഖാമുഖം കാണുന്നുണ്ട്. ആ സമയത്ത് തന്നെ വിക്രമിൻ്റെ മനസ്സിൽ എന്തോ ഒരു തോന്നലുണ്ടാവുന്നുണ്ട്. ഇത് തൻ്റെ പ്രിയപ്പെട്ട ആരോ ആണ് എന്നൊരു തോന്നൽ വിക്രമിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഗൗരിമോൾ ഓടി വരികയാണ്.
ആ ഗൗരിമോളാണെങ്കിൽ അങ്കിളെ ഇന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ നല്ല കൂട്ടാവുന്നു. നമുക്ക് സ്കൂളിൽ പോയാലോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ സ്കൂളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളിൽ കൊണ്ടുവിട്ട് വിക്രം വരുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഗസ്റ്റ് ഹൗസിലാണ് വിക്രമിൻ്റെ താമസം. അങ്ങനെ ഗൗരിമോളും ഒക്കെ ആയിട്ട് പുറത്തു പോകും. ഗൗരിമോൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് വിക്രം. അങ്ങനെ വീക്കെൻഡിൽ ഒരിക്കൽ വേദയും തരുണും കൂടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയം ഗൗരിമോൾ ഇങ്ങനെ വിക്രമിൻ്റെ അടുത്ത് പറയും, എന്നെ അമ്മയും അച്ഛനും നാട്ടിൽ വരികയാണ്, ആണോ മോളെ? അപ്പോൾ മോൾക്ക് നല്ല ഹാപ്പിയാണല്ലോ. അതെ, എനിക്ക് നല്ല ഹാപ്പിയാണ്. ആ മോളുടെ അച്ഛൻ്റെ പേരെന്താ? തരുൺ എന്ന് പറയുന്നുണ്ട് ഗൗരിമോൾ. അമ്മയുടെ പേരോ? വേദ എന്ന് കേട്ടതും വിക്രം ഇങ്ങനെ തൻ്റെ വേതാളത്തെ ഓർത്ത് പോവാണ് കേട്ടോ. പിന്നെ വിക്രമാദിത്യൻ രാജാവിനെ കുറിച്ച് എൻ്റെ അമ്മ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് കഥയാണ് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് വിക്രം ചോദിക്കുമ്പോൾ വേതാളത്തിൻ്റെയും വിക്രമാദിത്യൻ്റെയും ഒരു കഥ ആ കുഞ്ഞിന് വേദ പറഞ്ഞു കൊടുത്തത് ഗൗരിമോള് വിക്രമിനോട് പറയുന്നുണ്ട്. അപ്പം ഞാനൊരു കഥ പറയാം. അങ്ങനെ വിക്രം ആദ്യം ഒരു കഥ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒരു വേതാളത്തിൻ്റെയും അതുപോലെ വിക്രമാദിത്യൻ്റെയും കഥയാണ്. അപ്പോൾ ഇത് കേട്ടതും എനിക്ക് സ്കൂളിൽ നല്ല സ്റ്റാറായിരുന്നു, ഞാൻ എൻ്റെ കഥയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ആ കഥ കേട്ട വിക്രമിന് തൻ്റെ ജീവിതവുമായിട്ട് സാമ്യമുണ്ടല്ലോ ഈ കഥയ്ക്ക് എന്ന് തോന്നിപ്പോവാണ്. അങ്ങനെ ഗൗരി മോളോട് ചോദിക്കുന്നുണ്ട്, അല്ല മോൾക്ക് ആരാ ഈ കഥ പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയാണ്. അമ്മയാണോ? എന്തായാലും മോളുടെ അമ്മ ഇന്ന് വരുമല്ലോ, അപ്പോൾ മോൾക്ക് അമ്മയെ കാണാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം. അങ്ങനെ വിക്രമാണെങ്കിലും അമ്മയോട് യാത്ര പറഞ്ഞ് വീക്കെൻഡിൽ തരുണും വേദയും വരുന്നത് കാത്തു നിൽക്കാതെ അവിടെ നിന്നും പോവാണ്. ഇപ്പോൾ സുധാകരൻ മാഷിനാണെങ്കിലും എന്നോട് ഈ വീട്ടുകാരെക്കുറിച്ചും ആ മോളെക്കുറിച്ചുമൊക്കെ വിക്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുധാകരൻ മോഷനും ആ മോളെ കാണാനായിട്ട് വലിയ ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ആ മോളുടെ ജീവന് ഭീഷണി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജോലി അങ്ങനത്തെയാണ്. അമ്മ കളക്ടർ, അച്ഛനാണെങ്കിലോ പോലീസ് ഓഫീസർ. അപ്പോൾ അവർക്ക് എന്തായാലും ശത്രുക്കൾ ഉണ്ടാവില്ലേ. എന്നാലും മോളെ നീ സൂക്ഷിക്കണം, ഗൗരിമോൾക്ക് ഒരാപത്തും വരുത്തരുത്. അവളെ നീ പറഞ്ഞ് അവളിപ്പോൾ എൻ്റെ ആരോഗ്യമാണോ എന്നൊരു തോന്നൽ എനിക്കും ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ സുധാകരൻ മാഷ് പറയുന്നു. അങ്ങനെ വീണ്ടും വേദിയും ഗൗരിമോളും തരുണും കൂടെ നാട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഗൗരിമോളാണെങ്കിൽ അച്ഛനെയും അമ്മയെയും കണ്ടതും ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കണം കേട്ടോ. മോളുടെ പുതിയ ബോഡി ഗാർഡ് എങ്ങനെയുണ്ട്? ആ ബോഡി ഗാർഡ് സൂപ്പറല്ലേ, എനിക്ക് ഒത്തിരി കഥകൾ പറഞ്ഞു എന്നൊക്കെ ഗൗരിമോള് പറയുന്നു. ആ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഗൗരിമോള് അമ്മയ്ക്ക് അരികിലേക്കും ചെല്ലുകയാണ്. അങ്ങനെ വേദിയും തരുണുമെല്ലാം ഫ്രഷായിട്ട് വരുന്നുണ്ട് കേട്ടോ. വേദ റൂമിലിരിക്കുമ്പോൾ ഗൗരിമോൾ അവളോട് ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് പറയുകയാണ്. പിന്നെ എന്നെ ബോഡി ഗാർഡായിട്ട് വന്ന ആളുടെ പേരെന്താണെന്ന് അമ്മയ്ക്ക് അറിയാമോ? വിക്രമാദിത്യൻ. ഇപ്പോൾ ഇത് കേട്ടതും വേദയ്ക്ക് വിക്രമിനെ ഓർമ്മ വരുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ഒത്തിരി കഥകൾ പറഞ്ഞു തന്നു, വേതാളത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു എന്നൊക്കെ ഗൗരിമോൾ പറയുമ്പോൾ വേദ ഇങ്ങനെ സംശയിച്ച് നോക്കുകയാണ് കേട്ടോ. വന്നത് ഒരിക്കലും വിക്രം ആവില്ല, ഇങ്ങനത്തെ ഒരു പോസ്റ്റിലേക്കൊന്നും വിക്രം ഒരിക്കലും വരില്ല, മാത്രമല്ല ഇത്രയും ദൂരം ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് വേദ. എങ്ങനെ മിണ്ടാതിരിക്കുകയാണ് ഗൗരിമോൾ പറയുന്നത് കേട്ട്. ശേഷം എല്ലാവരും അന്ന് തന്നെ തിരിച്ചു പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വിക്രമിനെ കാണാം എന്നൊരാഗ്രഹം വേദയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ആ സമയം വേദയാണെങ്കിലോ പുറത്തേക്ക് വരുന്ന സമയത്ത് വിക്രം മോളെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് വരുന്നത് വിക്രം തന്നെയാണ്. പക്ഷേ അവർ പരസ്പരം കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അവർ കാണുന്നില്ല കേട്ടോ. അങ്ങനെ വേദിയും തരുണും തിരിച്ചു പോയിട്ടുണ്ടാവില്ല. തിങ്കളാഴ്ചയാകുമ്പോൾ വിക്രം അവിടേക്ക് പതിവ് പോലെ വരുന്നുണ്ട്. മോളെ സ്കൂളിൽ കൊണ്ടുപോകണം, ഇനി ഒരാഴ്ച ഗൗരിമോളുടെ കൂടെ ആയിരിക്കും. അങ്ങനെ മോളെ റെഡിയായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗൗരിമോളുടെ അടുക്കൽ വന്ന് അങ്കിൾ എന്ന് വിളിച്ച് അവൾ ഓടി വരുന്നുണ്ട്. എന്താ മോളുടെ അച്ഛനും അമ്മയും തിരിച്ചു പോയോ? ഇല്ല, അവരിന്ന് വൈകുന്നേരമേ പോയുള്ളൂ. അങ്ങനെയാണോ? അപ്പോൾ ഈ അങ്കിൾ വരണ്ടായിരുന്നു അല്ലേ? മോൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കറങ്ങാൻ പോവാലോ. അങ്ങനെയൊന്നുമില്ല, സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തരുണിൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. റെഡിയായല്ലോ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഗൗരിമോളൊക്കെ എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് വേദ താഴേക്ക് ഇറങ്ങി വരുന്നത്. വേദയ്ക്ക് വിക്രമിൻ്റെ ശബ്ദം പോലെയൊക്കെ തോന്നുന്നുണ്ട്. വിക്രം ആ സമയത്ത് അവിടേക്ക് വരികയാണ്. അങ്ങനെ ഗൗരിമോളെയും കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്ന ഗൗരിമോളെ കയ്യിലെടുത്ത് നിൽക്കുമ്പോൾ അയാൾ അങ്ങനെ തിരിഞ്ഞതും വേദയെ കൺമുന്നിൽ കണ്ടതും ഞെട്ടലോടെ പരസ്പരം അവരെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വേദയ്ക്കും ആശ്ചര്യമാവുന്നുണ്ട്. ഒരിക്കലും കരുതിയില്ല ഗൗരിമോളുടെ ബോഡി ഗാർഡായിട്ട് വന്ന ആൾ വിക്രമാണെന്ന്, തൻ്റെ ഭർത്താവാണ്, തൻ്റെ ഗൗരിമോളുടെ അച്ഛനാണെന്ന് വേദ ഒരിക്കലും കരുതിയില്ല. അങ്ങനെ ഞെട്ടലോടെ അവർ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മയെന്ന് ഗൗരിമോൾ വിളിക്കുന്നുണ്ട്. ആ സമയം ആകെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് കേട്ടോ വേദ, ഗൗരിമോളുടെ അമ്മ. അപ്പോൾ വേദ വിവാഹം കഴിച്ചോ? ഈ ഒരു 5 വർഷം കൊണ്ട് തന്നെ അവൾ എന്നെ മറന്നു കളഞ്ഞു, അവൾക്ക് എന്ത് പറ്റി എന്നൊക്കെ വിക്രമാകെ ഇങ്ങനെ ഞെട്ടലോടെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛനും മകളും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട വേദയ്ക്ക് സന്തോഷവും അതിലുപരി വല്ലാത്തൊരു സങ്കടവും അനുഭവപ്പെടുന്നുണ്ട്. ആ സമയം വിക്രമാണെങ്കിൽ വിക്രം എന്ന് വിളിച്ചുകൊണ്ട് വേദ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്.
ഗൗരിമോളെ അമ്മയ്ക്ക് വിക്രമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതാ എൻ്റെ അമ്മ വേദ എന്ന് പറയുന്നുണ്ട്. വലിയ കളക്ടറാണ് എന്നൊക്കെ മോള് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ വിക്രം വേദയെ തന്നെ കണ്ണു നിറഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയം വാ മോളെ സ്കൂളിൽ പോകാൻ സമയമായെന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിമോളെയും കൊണ്ട് പോകുമ്പോൾ വേദയാണെങ്കിൽ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ ചെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും വിക്രം തിരിഞ്ഞു നോക്കുന്നില്ല. ആ സമയം വിക്രമിൻ്റെ ഉള്ളിൽ ചുട്ടുപഴുക്കായിരുന്നു. എങ്ങനെ സംഭവിച്ചു? ഗൗരിമോൾ വേദയുടെ മകളാണെങ്കിൽ തരുൺ അവളുടെ അച്ഛനാണെങ്കിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? ഞാൻ ജയിലിൽ പോയ സമയത്ത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക? എത്ര ആലോചിച്ചിട്ടും വിക്രമിന് അത് മനസ്സിലാകുന്നില്ല. അങ്ങനെ വേദിയാണെങ്കിലോ വിക്രമിനോട് സംസാരിക്കാൻ വരുമ്പോഴും വിക്രം ഒഴിഞ്ഞു മാറുകയാണ്. സങ്കടത്തോടെയാണ് പിന്നീട് വേദ തിരികെ പോകുന്നത്. തൻ്റെ വീട്ടിൽ തൻ്റെ മോളുടെ കൂടെ അവളുടെ അച്ഛനുണ്ട്. ആ ഒരു ആശ്വാസം അവൾക്കുണ്ടായിരുന്നു. വേദ എന്താണ് സംഭവിച്ചത്? വിക്രം തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം അവൾക്ക് ബോധ്യമാകുന്നു. അപ്പോൾ അച്ഛനെ കാണണം. അങ്ങനെ വേദിയോട് തിരിച്ചില്ല എന്ന് തരുൺ ചോദിക്കുമ്പോൾ വരാമെന്നും പറയുന്നുണ്ട് കേട്ടോ അവൾ. അങ്ങനെ അവൾ പോയി ശങ്കരനാരായണനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മോളെ എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ വിക്രമിനെ കുറിച്ച് അച്ഛനൊന്നും പറയേണ്ടെന്ന് പറഞ്ഞു. എന്താ അച്ഛാ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതിന് ശരിയല്ലല്ലോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ശങ്കരനാരായണൻ. എന്ത് ശരിയല്ലെന്ന്? വിക്രമിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വേദ സംഭവിച്ച കാര്യങ്ങളൊക്കെ ശങ്കരനാരായണനോട് തുറന്നു പറയുന്നു. ഞാൻ ഒരിക്കൽ നിന്നെ വിളിച്ചിരുന്നു, വിക്രം ഇങ്ങനെ നാട്ടിലേക്ക് വരുന്നുണ്ട് കാര്യം പറയാനായിട്ട്. അന്നേരം അവിടുന്ന് മറ്റാരോ ആണ് ഫോൺ എടുത്തത്. നീയും തരുണും ഭാര്യ ഭർത്താക്കന്മാരാണെന്നും നിങ്ങളുടെ മകളാണ് ഗൗരി എന്നും എന്നോട് പറഞ്ഞത്. നിൻ്റെ മകൾ മരിച്ചു പോയെന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആരാ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? ഒരു സ്ത്രീയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ശങ്കരനാരായണൻ. ആ സമയം വേദയ്ക്ക് തരുണിൻ്റെ അമ്മയുടെ ഒരു ചതി മനസ്സിലാവാണ്. തന്നെ തൻ്റെ കുടുംബത്തിൽ നിന്നും അകറ്റി തരുണിൻ്റെ ഭാര്യയാക്കാനാണ് അമ്മയുടെ ശ്രമം എന്ന് വേദ മനസ്സിലാക്കുന്നു. പക്ഷേ അമ്മയുടെ ആഗ്രഹം നടക്കില്ല. ഒടുവിൽ ഗൗരിമോൾ തന്നെ പ്രസവിച്ച മകളാണെന്നും തരുണിൻ്റെ യഥാർത്ഥ കുഞ്ഞ് മരിച്ചുപോയെന്നെല്ലാം അച്ഛനെ അവൾ ധരിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നും എങ്ങനെ കരകയറണമെന്ന് എത്ര ആലോചിച്ചിട്ടും ശങ്കരനാരായണനും വേദയ്ക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ വേദയും വിക്രമും പരസ്പരം കാണുന്ന ആ ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത്. എന്തായാലും ഇനി അടുത്ത് തന്നെ ഗൗരിമോള് സ്വന്തം അച്ഛനാണ് തൻ്റെ ബോഡി ഗാർഡായിട്ട് വന്ന അങ്കിൾ എന്ന് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്